അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 22 വെള്ളിയാഴ്ച. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സഭാനാഥൻ. കേരള നിയമസഭയുടെ 25ാം സ്പീക്കറായി കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. 101 വോട്ടുകളാണ് കോട്ടയം MLA ആയ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ലഭിച്ചത്. LDF സ്ഥാനാർത്ഥി AC മൊയ്തീന് 35 വോട്ടും BJP സ്ഥാനാർത്ഥി BB ഗോപകുമാറിന് 3 വോട്ടുമാണ് ലഭിച്ചത്. KSRTCയുടെ എല്ലാ ബസ്സിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചാൽ മാസം 112 കോടി രൂപയുടെ വരുമാനം കുറയും. ഓർഡിനറി ബസ്സിൽ മാത്രം സൗജന്യം അനുവദിച്ചാൽ മാസം 57 കോടി രൂപ നഷ്ടമുണ്ടാകും. സിറ്റി ഫാസ്റ്റ്, ഓർഡിനറി ബസ്സുകളിൽ കൂടി നടപ്പാക്കിയാൽ 65 കോടി രൂപയും ഓർഡിനറി ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിൽ നടപ്പാക്കിയാൽ 90 കോടി രൂപയും നഷ്ടമുണ്ടാകും. പ്രതിദിനം 12 ലക്ഷത്തോളം സ്ത്രീ യാത്രക്കാരുണ്ട്. കർണാടകയിൽ AC സ്ലീപ്പർ ബസ്സുകളിൽ സൗജന്യമില്ല. തമിഴ്നാട്ടിൽ ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ് ആനുകൂല്യം. KSRTCയിൽ ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കാനാണ് പദ്ധതി. മലയിടം തുരുത്ത് ഉന്നതി ഒഴിപ്പിക്കലിന് കോടതിയോട് സാവകാശം തേടാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചു. കോടതിയുടെ നിർദ്ദേശത്തോട് മാത്രമായിരിക്കും തുടർ നടപടി സ്വീകരിക്കുക. ആലപ്പുഴയിൽ നവകേരള സദസ് ബസ്സിന് കരിങ്കൊടി കാണിച്ചതിന് യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ 4 ഗൺമാൻമാർക്കെതിരെ നടപടി വരും. മർദ്ദനം ചട്ടവിരുദ്ധമെന്നാണ് SIT റിപ്പോർട്ട്. ഗൺമാൻമാർക്കെതിരെ നടപടി വേണമെന്ന് നിർദ്ദേശിച്ച് മുൻ ആലപ്പുഴ SP ചൈത്ര തെരേസയുടെ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പ് പൂഴ്ത്തിയിരുന്നു. മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ മർദ്ദിച്ച സംഭവത്തിലെ പ്രാഥമിക അന്വേഷണം അട്ടിമറിച്ചതായി വെളിപ്പെടുത്തൽ. ഉന്നത ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശപ്രകാരം കേസ് ഡയറി തിരുത്തിയെന്ന് ആദ്യ അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. മർദ്ദന ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയ ജയ്ഹിന്ദ് TV ക്യാമറാമാൻ ജോജി ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി മൊഴി നൽകി. ജോജിയുടെ ഫോൺ പോലീസ് കസ്റ്റഡിയിലാണ്. ബിനീഷ് കോടിയേരിയുടെ പാർട്ടി അംഗത്വം CPM പുതുക്കിയില്ല. അംഗത്വത്തിനുള്ള അപേക്ഷ 4 തവണ നിരസിച്ചു. ബിനീഷ് ലഹരി കേസിൽ അറസ്റ്റിലായതോടെ 2020 ബിനീഷിന്റെ അംഗത്വം മരവിപ്പിച്ചത്. 2023 ബിനീഷ് കേസിൽ നിന്ന് കുറ്റവിമുക്തനായി. അംഗത്വം സംബന്ധിച്ച ചോദ്യത്തിന് അത് പ്രാദേശിക വിഷയമെന്ന് പറഞ്ഞ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഒഴിഞ്ഞുമാറി. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് CPI പാലക്കാട് ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിൽ വിമർശനം. ആശാസമരത്തിലും PM ശ്രീയിലും LDF സർക്കാരിനെതിരെ അനാവശ്യ വിവാദമുണ്ടാക്കിയത് തെരഞ്ഞെടുപ്പിൽ ദോഷമായി എന്നും 2ാം പിണറായി സർക്കാരിൽ CPI മന്ത്രിമാരുടെ പ്രവർത്തനം സമ്പൂർണ്ണ പരാജയമായിരുന്നുവെന്നും യോഗം വിലയിരുത്തി. പരാതി പരിഹാരത്തിന് തിരുവനന്തപുരം നഗരസഭയിൽ മേയർ ജനസമക്ഷം പരിപാടി സംഘടിപ്പിക്കുന്നു. മേയർ VV രാജേഷിന്റെ നേതൃത്വത്തിൽ ജൂൺ 11, 12, 15, 16 തീയതികളിലാണ് ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ജനസമ്പർക്ക പരിപാടി നടത്തുന്നത്. മോഡലിംഗ് സെക്സ് റാക്കറ്റ് കേസിൽ പിടിയിലായ ബിലാൽ യുവതികളെ വിദേശത്തെത്തിക്കുന്ന മുഖ്യകണ്ണിയെന്ന് പോലീസ്. അറസ്റ്റിലായ സിന്ധുവിനെ ബിലാൽ പരിചയപ്പെട്ടത് ദുബായിൽ വച്ചാണ്. സിന്ധു യുവതികൾക്ക് വിസ എടുത്തു കൊടുത്തത് ബിലാലിന്റെ നിർദ്ദേശമനുസരിച്ചാണ്. ബിലാലിന്റെ ഫോണിൽ യുവതികളുടെ ചിത്രങ്ങൾ കണ്ടെത്തിയെന്നും പോലീസ് പറഞ്ഞു.
കേരളിനെതിരായ പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ എഴുതി തള്ളണോ എന്ന് തീരുമാനിക്കേണ്ടത് സർക്കാരല്ല, കോടതിയാണെന്ന് CPM നേതാവും മുൻ മന്ത്രിയുമായ P. രാജീവ്. സംസ്ഥാന സർക്കാരിന് കേസ് എഴുതിത്തള്ളാമെന്ന് പറയാം, പക്ഷേ തീരുമാനമെടുക്കേണ്ടത് കോടതിയാണ്. ശബരിമല കേസിലും ഇതാണ് സ്ഥിതിയെന്നും P. രാജീവ് വ്യക്തമാക്കി. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കോടമ്പുഴ സ്വദേശി മച്ചിലകത്ത് അബ്ദുൾ റഹീമിന്റെ ജയിൽ മോചന നടപടികൾ പൂർത്തിയാക്കി ഞായറാഴ്ച മോചിതനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി റിയാദിലെ അബ്ദുറഹീം നിയമസഹായ സമിതി അറിയിച്ചു. അബ്ദുറഹീമിന്റെ 20 വർഷത്തെ ശിക്ഷാ കാലാവധി കഴിഞ്ഞ ദിവസമാണ് പൂർത്തിയായത്. പത്തനംതിട്ട കോഴഞ്ചേരി ജില്ലാ ആശുപത്രിക്കെതിരെ ഗുരുതര ചികിത്സാ പിഴവ് ആരോപണവുമായി 68കാരി. കുത്തിവയ്പ്പിനിടെ ശരീരത്തിനുള്ളിൽ സൂചിയുടെ ഭാഗം കുടുങ്ങി 1 വർഷത്തോളം വേദന അനുഭവിച്ചെന്ന് പരാതി. മടിവാളയിൽ 20കാരിയായ മലയാളി വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്ത സംഭവത്തിൽ കുറ്റം സമ്മതിച്ച് പ്രതിയായ സുൽത്താൻ ബത്തേരി സ്വദേശി ഹൈനസ് പെൺകുട്ടിയോടും സുഹൃത്തുക്കളോടും മാപ്പു പറയുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്യുറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വിറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. LPGക്ക് പകരമായി ബയോഗ്യാസ് അടക്കമുള്ള ബദൽ ഇന്ധന മാർഗങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമ്പൂർണ്ണ മന്ത്രിസഭാ യോഗത്തിലാണ് നിർദ്ദേശം. ഭരണപരമായ കാര്യങ്ങളിൽ വേഗതയും സുതാര്യതയും ഉറപ്പാക്കണം. സർക്കാർ ഫയലുകൾ ഓഫീസുകളിൽ കെട്ടിക്കിടക്കരുത്. പ്രധാനമന്ത്രി ഇതും നിർദ്ദേശിച്ചു. മന്ത്രിസഭാ പുനഃസംഘടനയെക്കുറിച്ച് യോഗത്തിൽ അദ്ദേഹം സൂചന നൽകിയില്ല. രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അക്കൗണ്ട് പൂട്ടിച്ചതെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഇൻസ്റ്റ അക്കൗണ്ടും പൂട്ടിയേക്കും. അതേസമയം ഹിറ്റായതോടെ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കാൻ ഒരുങ്ങുകയാണ് കോക്രോച്ച് ജനതാ പാർട്ടി. പഞ്ചാബിലെ പത്താൻകോട്ടിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ നീക്കങ്ങൾ ചോർത്തുകയും വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറുകയും ചെയ്ത കേസിൽ ബൽജിത് സിംഗ് എന്ന ബിട്ടുവിനെ പോലീസ് പിടികൂടി. പത്താൻകോട് ജമ്മു ദേശീയപാത 44ലെ പാലത്തിന് സമീപമുള്ള കടയിൽ CCTV ക്യാമറ സ്ഥാപിച്ചാണ് സൈനിക ദൃശ്യങ്ങൾ ചോർത്തിയത്. ഡൽഹി കലാപക്കേസിലെ പ്രതി ഉമർ ഖാലിദിന് 3 ദിവസത്തെ ഇടക്കാല ജാമ്യം അനുവദിച്ച് ഡൽഹി ഹൈക്കോടതി. ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്ന അമ്മയെ കാണാനാണ് ജൂൺ 1 മുതൽ ഇടക്കാല ജാമ്യം അനുവദിച്ചത്. പശ്ചിമാഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള വൈറസ് ബാധ പടരുന്നതിനാൽ ഡൽഹിയിൽ ഈ മാസം നടത്താനിരുന്ന ഇന്ത്യ ആഫ്രിക്ക ഉച്ചകോടി മാറ്റിവെച്ചു. ആഫ്രിക്കൻ യൂണിയനുമായി സംസാരിച്ച ശേഷമാണ് തീരുമാനമെടുത്തതെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. മകന്റെ വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും സാധിച്ചേക്കില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിലെ യുദ്ധം, സമാധാന ചർച്ചകൾ തുടങ്ങിയവ ഉൾപ്പെടെയുള്ള അതീവ ഗുരുതരമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന തിരക്കായതുകൊണ്ടാണ് വിവാഹത്തിൽ പങ്കെടുക്കാനാകുമോ എന്ന സംശയമുള്ളതെന്നും ട്രംപ് പറഞ്ഞു. ക്യൂബ അമേരിക്കയ്ക്ക് ഗുരുതരമായ ദേശീയ സുരക്ഷാ ഭീഷണി ഉയർത്തുന്നുണ്ടെന്നുള്ള US സ്റ്റേറ്റ് സെക്രട്ടറി റൂബിയോയുടേത് വെറും കള്ളപ്രചാരണങ്ങളാണെന്നും സൈനിക അധിനിവേശത്തിനുള്ള USന്റെ നീക്കമാണിതെന്നും ക്യൂബൻ വിദേശകാര്യമന്ത്രി ബ്രൂണോ റോഡ്രിഗസ് ആരോപിച്ചു. കമ്മ്യൂണിസ്റ്റ് ക്യൂബയ്ക്കെതിരായ നീക്കം ട്രംപ് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് റഷ്യയും ചൈനയും രംഗത്ത് വന്നിട്ടുണ്ട്. യുദ്ധം തുടങ്ങിയ ശേഷം ഇറാൻ അമേരിക്കയുടെ കോടിക്കണക്കിന് ഡോളർ വില വരുന്ന 24 ഡ്രോണുകൾ തകർത്തെന്ന് റിപ്പോർട്ട്. $3 കോടി വില വരുന്ന ഡ്രോണുകളാണ് മിക്കവയും. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽത്തുമ്പിൽ.